ഈശാനകോൺ നോക്കി പല്ല് തേക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈശാനകോൺ നോക്കി നിന്ന് പല്ല് തേക്കണമെന്ന് പല ആൾക്കാരും പറയാറുണ്ട്. പല്ല് തേക്കുന്നതിനും വിധിയുണ്ടോ എന്നും എങ്ങനെ നിന്ന് തേച്ചാലും പല്ല് വെളുത്താൽ പോരെ എന്നും ചോദിക്കുന്നവരുണ്ട്. എന്നാൽ ഇതിനൊക്കെ പിന്നിൽ ഒന്നും കാണാതെ പഴമക്കാർ അങ്ങനെ വിധിക്കാറില്ലെന്ന് ഇക്കാലത്ത് ഏറെ പേർക്കും അറിവുള്ളതുമാണ്. ആദ്യകാലങ്ങളിൽ ഇപ്പോഴത്തെ പോലെ ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിച്ചല്ല രാവിലെ പല്ല് ശുദ്ധീകരിച്ചിരുന്നത്. മാവില, ഉമിക്കരി, ആയുർവേദ പൽപ്പൊടികൾ തുടങ്ങിയവയൊക്കെ കൊണ്ടാണ് പല്ല് തേച്ചിരുന്നത്. ഇതിൽ മാവില രോഗാണുവിനെ നശിപ്പിക്കാൻ അതീവ കഴിവുള്ളതാണെന്ന് പലർക്കും അറിയാം. അതുപോലെ തന്നെയാണ് ഉമിക്കരിയും പൽപ്പൊടികളുമൊക്കെ. പൽപ്പൊടിയിലെ ചേരുവകളിൽ അണുനാശിനികളും ഉൾപ്പെടുന്നുണ്ട്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നും അതിനുശേഷമാണെങ്കിൽ ഈശാനകോൺ, അതായത് വടക്ക് കിഴക്ക് ദിശ നോക്കി നിന്നുമാണ് പല്ല് തേക്കേണ്ടത്. മാത്രമല്ല, എന്തിലും ഈശ്വരനെ ദർശിക്കുകയും എന്തിനും ഈശ്വര ധ്യാനം നടത്തുകയും ചെയ്തിരുന്ന തലമുറ കാമദേവനെയും വനസ്പതിയെയും ഓർത്തുകൊണ്ടാണ് പല്ല് തേക്കുന്നത്. പല്ല് തേക്കുന്നതിൽ പോലും വിധിയെ അംഗീകരിച്ചിരുന്ന ഒരു തലമുറ പകർന്നു നൽകിയ ദന്തധാവന വിധി പിന്തുടർന്നാണ് ചില പ്രദേശങ്ങളിലെ ജനത ഇന്നും ജീവിക്കുന്നതും